റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അള്ളാഹുവിൻ്റെ ഫضലും അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹു വാരിക്കോരി നൽകുന്നത് കൊണ്ടാണ് സ്വർഗം നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഈ ലോകത്തെ ഒരു ബിസിനസ് ഫേം, വലിയൊരു ബിസിനസ് ഫേം നമ്മൾ വില പറയുകയാണെന്ന് വിചാരിക്കുക. ബില്യൺ കണക്കിന് ടേൺ ഓവറുള്ള ഒരു ബിസിനസ്, ഒരു എൻറ്റിറ്റി, അതിന് നമ്മൾ വില പറയാൻ ചെന്നിട്ട് 100 ദിർഹമിന് നൽകുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ് നമ്മുടെ അമലുകളെ കൊണ്ട് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നത്. അത്രേ നമ്മൾ ചെയ്യുന്ന അമല് കൊണ്ട് സ്വർഗം ചോദിക്കുകയാണ്. ഏതാണ് സ്വർഗം? ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ ബിബാലി ബശർ. ഒരു മനുഷ്യൻ്റെ കണ്ണുകൊണ്ടും കാണാത്തത്, ഒരാളുടെ കാതുകൊണ്ടും കേൾക്കാത്തത്, ഒരു മനുഷ്യൻ്റെ ചിന്തയിലും ഉദിക്കാത്തതാണ് സ്വർഗലോകം. നമുക്ക് മനസ്സുകൊണ്ട് എന്തൊക്കെ ആലോചിക്കാം. ഭൂമിയിൽ നിന്ന് തുടങ്ങി ആകാശം വരെ, ചന്ദ്രൻ വരെ മുട്ടി നിൽക്കുന്ന ഒരു കെട്ടിടം നമുക്ക് സങ്കല്പിക്കാമല്ലോ മനസ്സുകൊണ്ട്, അല്ലേ? ഭൂമിയിൽ കാലുകുത്തിയാൽ നക്ഷത്രങ്ങളിൽ പോയി തലമുട്ടുന്ന ഒരു മനുഷ്യനെ കൽബ് കൊണ്ട് സങ്കല്പിക്കാൻ പറ്റും, അല്ലേ? എത്ര മനോഹരങ്ങളായ സംവിധാനങ്ങളെ നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയും. വലാ ഖതറ അലാ ഖൽബി ബശർ. എന്നാൽ ഒരു മനുഷ്യൻ്റെ ചിന്തയിലും വരാത്തതിനപ്പുറമാണ് അള്ളാഹുവിൻ്റെ സ്വർഗം. അതാണ് നമുക്ക് അള്ളാഹു നമ്മുടെ നിസ്കാരം കൊണ്ട് നൽകുന്നത്, അതാണ് നോമ്പ് കൊണ്ട് നൽകുന്നത്, അതാണ് നമ്മുടെ അമലു സ്വാലിഹ് കൊണ്ട് അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് അള്ളാഹു ഷക്കൂറായതുകൊണ്ടാണ് ചെറിയ ഇബാദത്തിന് അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്നത്. അള്ളാഹുവിനോട് സ്വർഗലോകത്തെ ഒരു റൂം പോലും ചോദിക്കാൻ നമ്മുടെ അമലുകളെ കൊണ്ട് നമുക്ക് സാധിക്കുകയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ മാലാഖമാരിൽ ചില മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ച ആ ദിവസം മുതൽ, ആ സെക്കൻഡ് മുതൽ സുജൂദിൽ കിടക്കുകയും സുബ്ഹാനക യാ റബ്ബ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ, ലോകാവസാനം നടക്കുമ്പോൾ അവർ തല ഉയർത്തുകയും എന്നിട്ട് പറയുകയും ചെയ്യും, സുബ്ഹാനക മാ അബദ്നാക ഹഖ്ഖ ഇബാദതിക്. അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, നിന്നെ വേണ്ട വിധത്തിൽ ആരാധിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേ എന്ന് മലക്കുകൾ സുജൂദിൽ കിടന്ന് നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ സുജൂദിൽ കിടക്കുന്ന മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ജനിച്ച ആ ദിവസം മുതൽ സുജൂദിൽ കിടക്കുകയാണെന്ന് വിചാരിക്കുക. മരിക്കുന്ന ആ ദിവസം വരേക്കും ഒരു കർമ്മവും ചെയ്യാതെ നിങ്ങൾക്ക് സുജൂദിൽ കിടക്കാൻ കഴിയുമെങ്കിൽ ആ സുജൂദ് പോലും അള്ളാഹു നൽകിയ നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് പകരമാകുന്നില്ല. അള്ളാഹു നൽകിയതിന് പകരം വെക്കാൻ അവയെ കൊണ്ടൊന്നുമാവില്ല. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ശരീരവും നമ്മുടെ ശ്വസനവും നമ്മുടെ ഹാർട്ടും നമ്മുടെ ബ്രെയിനും നമ്മുടെ കൈകാലുകളും അള്ളാഹു നൽകുന്ന എല്ലാ സംവിധാനങ്ങൾക്കും എന്ത് ശുക്റാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. വഖലീലും മിൻ ഇബാദി